ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഒരിക്കലും നിങ്ങൾ ബീഫ് ബ്രിസ്ക്കറ്റ് കഴിക്കരുത്. നല്ല ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോഴ്സാണ് ബീഫ് ബ്രിസ്ക്കറ്റ്. മസിൽ റിപ്പയറിനെയും ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണിൻ്റെയും എൻസൈമിൻ്റെയൊക്കെ പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് പ്രോട്ടീൻ ലെവൽ ഈ ഒരു ബ്രിസ്ക്കറ്റിനകത്തുണ്ട്. സ്ലോ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രിസ്ക്കറ്റിൽ കൊളാജിൻ കണ്ടന്റ് ജലാറ്റിനായിട്ട് മാറുകയാണ്. ഇത് നമ്മുടെ ഡൈജഷനെയും ഗട്ട് ഹെൽത്തിനെയും അതുപോലെ തന്നെ ജോയിന്റിന്റെയും സ്കിന്നിന്റെയൊക്കെ കെയറിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. ബ്രിസ്ക്കറ്റിൽ അടങ്ങിയിട്ടുള്ളത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്. അതായത് ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റിന്റെ ഭാഗമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ബ്രെയിൻ ഫംഗ്ഷനെയും റെഡ് ബ്ലഡ് പ്രൊഡക്ഷനെയൊക്കെ സഹായിക്കുന്ന വിറ്റാമിൻ B12 ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതൊരു ഒക്കേഷണൽ ഫുഡാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ദോഷവും വരാൻ പോകുന്നില്ല. അതിപ്പം ബ്രിസ്ക്കറ്റ് എന്നല്ല, ഏതൊരു ആഹാരമാണെന്നുണ്ടെങ്കിലും അത് കഴിക്കുന്നതിന് അതിൻ്റെയുള്ള രീതിയും അളവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കാര്യത്തിൽ ബോധവാന്മാരായിരുന്നാൽ മതി. ഇനി ഞാൻ മുമ്പ് ബീഫ് ബ്രിസ്ക്കറ്റിന്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ അതിനകത്തൊന്ന് നെഗറ്റീവ് കമന്റ് ഇട്ടു. ഞാൻ ആരോടും ഇത് ഡെയിലി പോയി കഴിക്കണമെന്ന് അഡ്വൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ കഴിക്കണമെന്ന് ലോകത്തുള്ള ഒരു മനുഷ്യനും നിങ്ങൾ ആരെയും അഡ്വൈസ് ചെയ്യാൻ പോകുന്നുമില്ല. മുൻവിധിയോടുകൂടിയും അതുപോലെ തന്നെ വർഗീയ മനസ്സോടുകൂടിയും നിങ്ങൾ ആഹാരത്തിന് അപ്രോച്ച് ചെയ്യരുത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പട്ടിണി നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ നിലപാടുകൾക്ക് ചീട്ടുകൊട്ടാരത്തിന്റെ ശക്തി പോലും ഉണ്ടാവത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക.